ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇതുവരെ നമ്മൾ ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് തെർമോക്കോളാണ്. കുറച്ച് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തെർമോക്കോൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി കിടുക്കാച്ചി ഐറ്റം എന്ന് തന്നെ പറയാം. അടിപൊളി ഐറ്റം നമുക്ക് ഇന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ തെർമോക്കോള് ഞാൻ ഒരു ബ്ലൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ബ്ലൈഡ് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ വീട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെ ചെയ്യുക. അപ്പോൾ ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും ഈ ഒരു ബ്ലൈഡ് യൂസ് ചെയ്യുമ്പോൾ അത്രമാത്രം സൂക്ഷിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനും പേടിച്ച് തന്നെയാണ് ഇത് ഷേപ്പാക്കി കൊടുക്കുന്നത്. കാര്യം ബ്ലൈഡോ പിന്നെ കത്തിയോ എന്തെടുത്താലും എൻ്റെ കൈ മുറിയുന്നത് പതിവായിരിക്കുകയാണ്. ഞാൻ എപ്പോൾ എടുത്താലും എൻ്റെ കൈ പെട്ടെന്ന് തന്നെ ഉടനെ എന്നെ മുറിയും. പക്ഷേ ഇത്തവണ മുറിയാൻ ഞാൻ വിട്ടില്ല. അത്രമാത്രം സൂക്ഷിച്ച് ഞാൻ ഈ ഒരു ബ്ലൈഡ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു തെർമോക്കോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണ്. മാക്സിമം പതിയെ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. കാര്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പുതിയ ബ്ലൈഡാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു തെർമോക്കോൾ ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഇത് വലിയ കട്ടിയുള്ള തെർമോക്കോളൊന്നുമല്ല. നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള തെർമോക്കോൾ എടുത്താൽ നല്ല ഷേപ്പാക്കി അടിപൊളിയായിട്ട് ഒരു ഉരുണ്ട സൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് തെർമോക്കോൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ, ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ വെക്കേഷൻ സമയമാണ്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് ഉണ്ടാക്കി നമ്മുടെ വീടൊക്കെ ഒന്ന് അലങ്കരിച്ച് വയ്ക്കാം. പറ്റുവാണെങ്കിൽ ഒന്ന് അലങ്കരിച്ച് വയ്ക്കുക. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടുക. പിന്നെ പറ്റുന്ന ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. അതാണ് നിങ്ങളെ കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത്. പറ്റുന്നവർക്കൊക്കെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ നിങ്ങളുടെ കൂടെ കാണില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഒരു ക്രാഫ്റ്റ് വർക്കുകളല്ലേ, അപ്പോൾ ക്ലിയർ ആയിട്ടൊക്കെ മനസ്സിലാവും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ തെർമോക്കോളും റെഡി ആയിട്ടുണ്ട്. ടോട്ടലി ഞാൻ 6 തെർമോക്കോളാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഒരേ ഷേപ്പിൽ 6 എണ്ണം അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് പെയിൻറ്റിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, പിങ്ക് കളർ. അപ്പോൾ പിങ്കോ ഏത് കളേഴ്സ് വേണോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒറ്റ കളറിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം, ഡിഫറെൻറ്റ് കളേഴ്സിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് ഡിഫറെൻറ്റ് കളേഴ്സിലാണ്. കാര്യം നമ്മൾ സ്ഥിരം ഏതൊരു വർക്ക് ചെയ്താലും പെർമനൻറ്റ് ഒരൊറ്റ കളർ ഇട്ടിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം, എല്ലാവർക്കും ഒരു മാറ്റം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ, പിന്നെ ഈ ഒരു പിങ്ക്, പിന്നെ ഒരു യെല്ലോ, പിന്നെ 3 കളേഴ്സിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ട് നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഒന്നാമത്തെ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതേ മഞ്ഞ കളർ, നമ്മുടെ യെല്ലോ കളർ, അങ്ങനെ അതും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൂട്ടുകാരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാഞ്ഞിട്ട് നമ്മുടെ ഈ ചാനലിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇതിപ്പോൾ തെർമോകോളിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ്. ഇനിയും വെറൈറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാഞ്ഞിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ട് ഡിഫറെൻറ്റ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു കണ്ടെയ്നേഴ്സൊക്കെ വെച്ചിട്ടും ഞാൻ ഡിഫറെൻറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാടുണ്ട്. പഴയ ലെഗിൻസ് പാൻറ്റ് വെച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ആക്രി എന്ന് പറഞ്ഞ് കൊണ്ട് കളയുന്ന എല്ലാ ഐറ്റംസും വച്ചിട്ട് നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ നമ്മൾ എല്ലാ കളേഴ്സും ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തെർമോക്കോളിൽ എല്ലാ കളേഴ്സും അടിച്ചു കൊടുത്തു, ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയാണ്. അപ്പോൾ കെട്ടുകമ്പി എടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് നമ്മുടെ പൂവിൻ്റെ താഴ്ഭാഗത്ത്, ആ മുട്ടിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കമ്പി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിലോട്ട് ഇൻസേർട്ട് ആവും. അപ്പോൾ എല്ലാം അതുപോലെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കെട്ടുകമ്പി ഇല്ലെങ്കിൽ ഫ്ലവർ മേക്കിംഗ് വയേഴ്സ് അല്ല ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അത് ഷോപ്പിലൊക്കെ ഉണ്ടാവും, ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എടുക്കുക. അങ്ങനെ ഇതേ നമ്മുടെ എല്ലാ മുട്ടുകളിലും ഇതുപോലെ ഒന്ന് അടിപൊളിയായിട്ട് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ ഫ്ലവർ ബഞ്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതേ അടിപൊളിയായിട്ടുണ്ട് ഇല്ലേ, ഡിഫറെൻറ്റ് കളേഴ്സ് ആയപ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഒരു അവിയൽ പരുവം പോലെ എന്ന് വേണം പറയാം, അതായത് കളർ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇതിന് നമുക്ക് ഇല ആവശ്യമാണ്. എൻ്റെ കയ്യിൽ കളർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു സംഭവം, ആ സമയത്ത് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇത്തിരി കട്ടിയുള്ള ഒരു വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റ് കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ മുട്ടിൽ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പൂവിലൂടെ ഒന്ന് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോർമലി കളർ പേപ്പർ ഉള്ളവരാണെങ്കിൽ എളുപ്പമാണ്. അതൊന്ന് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് അതുമായിട്ട് യോജിപ്പിച്ച് കെട്ടിയാലും മതി. അപ്പോൾ കളർ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ സെയിം കളേഴ്സ് എടുക്കുന്നില്ല, ഇതുപോലെ 2-3 കളേഴ്സ് ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെയാണ് വച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വച്ചിട്ട് നമ്മുടെ ലീഫും ഒന്ന് വച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ നീളമുള്ള മുട്ടോ പൂവോ എന്തെങ്കിലും ചെയ്തെടുത്താലും ഈ നീളത്തിലുള്ള ലീഫ് വച്ചു കൊടുക്കുന്നതായിരിക്കും ഉചിതം എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇതുപോലെ ചെയ്തെടുക്കാറുള്ളൂ, നീളത്തിലിരിക്കുന്ന ആ ഒരു ലീഫ് ചെയ്തെടുക്കാറുള്ളൂ ഇങ്ങനെയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ.
അപ്പോൾ ഇത് നമ്മുടെ ഇലകളൊക്കെ ഒന്ന് വച്ച് നന്നായിട്ട് റെഡിയാക്കി കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി തോന്നുന്നുണ്ട്. ലീഫും ഇതിൻ്റെ കൂടെ ലീഫ് വന്നപ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. ലീഫ് ഇല്ലെങ്കിൽ ഒരു നഷ്ടം തന്നെയാണ്. അപ്പോൾ ഈ ലീഫ് മാക്സിമം നിങ്ങളിത് ചെയ്തെടുക്കുവാണെങ്കിൽ ലീഫും കൂടെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ മൂന്നാമത്തേതും നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ലീഫ് വെച്ച് കൊടുത്തു. ഇനി നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയെടുത്തു. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പൂക്കളെല്ലാം വേർതിരിച്ച് വയ്ക്കാതെ ഒന്നിച്ച് ഇതുപോലെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുവാണെങ്കിൽ നമ്മൾ എവിടെയാണോ വയ്ക്കുന്നത് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളൂ. നല്ല ഭംഗിയുണ്ടായിരിക്കും. എടുത്ത് മാറ്റാനും വലിയ പാടൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ഭംഗിയില്ലേ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു തെർമോക്കോളിലൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും നമ്മുടെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.